വസന്ത് എൽ ഡി എഫ് അധികാരത്തിലേക്കെന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. എൽ ഡി എഫ് അധികാരത്തിലേക്ക് എത്തുമെന്നതായി ഏറ്റവും ഒടുവിൽ പി ജയരാജൻ പറയുന്നുണ്ട്. ന്യൂനപക്ഷ ഏകീകരണമെന്ന ലീഗിന്റെ കാർഡ് ഏറ്റില്ല എന്നുകൂടി പറയുന്നു ജയരാജൻ. എൽ ഡി എഫ് പൂളിൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഇനി കോൺഫിഡൻസ് കുറവ് എന്ന വാദത്തിന് പറയാമെങ്കിലും വോട്ടെണ്ണലിൽ അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ കണക്കുകളുടെ ഇഴകേറി പരിശോധന അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ അടക്കം മൂന്നാം സർക്കാരിന്റെ പ്രയോറിറ്റി ചിന്തകൾ തുടങ്ങിയെന്നാണ് കേൾവി. പന്തൽപ്പണി തെറ്റായ വാർത്ത എന്ന് പറഞ്ഞാലും ശ്രീ വസന്ത്, എൽ ഡി എഫ് ക്യാമ്പിൽ കോൺഫിഡൻസിന് തരിമ്പും കുറവില്ല. അല്ല, നോക്കൂ ഹാഷ്മി, ഇന്ന് എ കെ ബാലൻ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരും, ആ വരുന്ന കണക്കിന് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടെസ്റ്റ് ഡോസാണ് എന്നാണ്. അതപ്പോ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഏതായാലും യു ഡി എഫ് അധികാരത്തിൽ വരണമല്ലോ. അപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എ കെ ബാലന് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നേക്ക് 6ാം നാൾ ഉയർക്കാൻ പോകുന്നത് അത് ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരിന്റെ കൊള്ളരുതായികൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയാണ്. ആ ജനത ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അതിന് കൈപിടിക്കുന്നത്, അതിന് കൂട്ടുചേരുന്നത്, ആ കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി താങ്ങാവുന്നത് യു ഡി എഫ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോകാത്ത കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പവർ കട്ടിന് പുതിയ പേര്, ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 28ാം നാൾ കുഞ്ഞിന് കൊണ്ടുപോയി നൂൽക്കെട്ട് നടത്തി പുതിയ പേരിടുന്നത് പോലെ പവർ കട്ട് എന്നുള്ള പേര് മാറ്റി എന്താണ് പവർ മാനേജ്മെന്റ് എന്നൊരു പുതിയ പേരിട്ട് ഗസറ്റിൽ പരിശോധിച്ചിരിക്കുകയാണ് ഈ സർക്കാർ, ഈ കാവൽ സർക്കാർ, ഈ കടന്നു പോകുന്ന അതാണ് പല പേരും ഇട്ടിട്ടുണ്ട് ഗസറ്റിൽ. ഏത് പരസ്യപ്പെടുത്തിയാലും കറണ്ട് പോകുമ്പോൾ ഈ പറയുന്ന ഉഷ്ണക്കാറ്റടിക്കുന്നവൻ ഏതായാലും തണുത്ത കാറ്റ് വരില്ലല്ലോ, പേര് മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വലിയ പ്രതിസന്ധി ഈ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഇവർ തന്നെ പരസ്യപ്പെടുത്തിയ, പിണറായി വിജയൻ തന്നെ പരസ്യപ്പെടുത്തിയ പ്രോഗ്രസ് കാർഡിൽ 1 മുതൽ 16 വരെയുള്ള എല്ലാം തന്നെ ഫോഷ്കാണെന്നും ആയതുമായി ബന്ധപ്പെട്ട് യാതൊന്നിനും അടിസ്ഥാനമില്ല എന്നും അതാത് കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരായ വലിയ ആന്റി ഇൻകൺവൻസി അത് ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ യു ഡി എഫിന്റെ വലിയ മുന്നേറ്റം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇവിടെയൊക്കെ യു ഡി എഫിന്റെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്താണ് എൽ ഡി എഫ് പറഞ്ഞത്? ആന്റി ഇൻകൺവൻസി ഉണ്ടെങ്കിൽ പോലും 10 വർഷമായി ഭരിക്കുന്ന സർക്കാരിനെതിരായ നോർമൽ ആന്റി ഇൻകൺവൻസി ഉണ്ടെങ്കിൽ പോലും വലിയ പരിക്കേക്കില്ല എന്നായിരുന്നു അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വിശദീകരണം. പക്ഷെ എന്താ ഉണ്ടായത്? വലിയ പരിക്കേറ്റില്ല എന്നതല്ല, മറിച്ച് ഒരു ക്ലീൻ സ്വീപ്പ്, അടിച്ചുവാരി തൂത്തെടുത്ത് അറബിക്കടലിൽ കൊണ്ടുപോയിട്ടു ജനം അന്ന്. ഇനി ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഡിക്റ്റോ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരില്ല എന്നതിന്റെ പല ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കാം. സമയമില്ലാത്തോണ്ട് പറയാത്തത്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേവലം വാദത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തദ്ദേശത്തിലെ വിജയം കണ്ട് ഞങ്ങൾ നിയമസഭ തൂക്കും എന്ന കോൺഫിഡൻസിന് അടിസ്ഥാനം അത്രയ്ക്കുണ്ടോ? അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട് ഹാഷ്മി. എന്താണെന്ന് അറിയാമോ? നമുക്ക് റീസെന്റ് തെരഞ്ഞെടുപ്പ് അതിനെയാണല്ലോ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുക. ഞാൻ CPM-ന്റെ വിലയിരുത്തലുകളെയാണ് താരതമ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അവർ പറഞ്ഞ വാക്ക് അത് മാറിപ്പോയി. 2, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് CPM പറഞ്ഞത് 12 സീറ്റിൽ വിജയസാധ്യത, 12 സീറ്റിൽ വിജയസാധ്യത. അങ്ങ് പുറകിൽ പോയാലും 10 സീറ്റ്, അതിൽ താഴെ പോകില്ല എന്നാണ്. എന്താ അവസ്ഥ? CPM-നുള്ളത് ഒരു MP ആണ്, ഒരു MP. അപ്പോ അങ്ങ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ വാദത്തിന് പറയാം, ലോക്സഭയിലെ പാറ്റേൺ അല്ല തദ്ദേശത്തിലെ പാറ്റേൺ അല്ല നിയമസഭയിൽ. ഈ പാറ്റേൺ വെച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചരിത്രത്തിൽ ഒരിക്കലും യു ഡി എഫിന് ലീഡ് എടുക്കാൻ പറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പാറ്റേൺ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ആ പാറ്റേൺ എന്ന വാക്ക് പോലും കേൾക്കാനില്ലല്ലോ. ആ പാറ്റേണെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തുകൊണ്ടുപോയി അറബിക്കടലിൽ ഇട്ടത് ജനമാണല്ലോ. അപ്പൊ ആ പാറ്റേൺ മാറും. ഇത്തവണ ഞങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി പറയുന്നു, 100-ലധികം സീറ്റുമായി, 100-1 കുറയാത്ത സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ വരും. അതിന് ഞങ്ങളുടെ കോൺഫിഡൻസ് അത് പിണറായി വിജയനാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു മുടിച്ച പിണറായിയുടെ സർക്കാരുമാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ആ 100 സീറ്റിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ നൽകാൻ പോകുന്ന ഫാക്ടർ അത് സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരമല്ല, മറിച്ച് അത് പിണറായി ഇൻകൺവൻസിയാണ്. ആന്റി ഇൻകൺവൻസി എഗനസ്റ്റ് ഗവൺമെന്റ് അല്ല, ആന്റി ഇൻകൺവൻസി എഗനസ്റ്റ് പിണറായി വിജയൻ ഹരിയാനയിൽ അവിടെ കോൺഗ്രസിന്റെ വലിയ ജയം പ്രവചിച്ചാണ് എല്ലാവരും. പക്ഷെ റിസൾട്ട് വരുമ്പോഴേക്കും അതല്ല കണ്ടത് നമ്മൾ കണ്ടതാണ്. അതിന് കാരണങ്ങൾ ഇപ്പോൾ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞാലും. അപ്പോൾ ഏത് സിനാറിയോയും നേരിടാൻ രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് താങ്കളടക്കം സന്നദ്ധനായിരിക്കും. രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ. ഞാനെത്താം അവസ്ഥയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.